തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവത്തൂർ കൂടി നമുക്കിപ്പോൾ മഴയുടെ വാർത്തകളുമായി ചേരുന്നു. ഷെഫീദ്, സംക്ഷിപ്തമായി നമ്മൾ വിവരം നൽകിയാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റു വാർത്തകൾ കൂടി നമുക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന വിവരങ്ങൾ? സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്തടക്കം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും തുടരുന്ന മഴ, അതിനപ്പുറത്തേക്ക് വലിയ മഴക്കെടുതി തിരുവനന്തപുരം ജില്ലയിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ഈഞ്ചക്കൽ കിഴക്കേക്കോട്ട റോഡിലാണ്. ഇവിടെ ഈ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള റോഡാണ്. റോഡ് പണിയും ഈ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനപ്പുറത്തേക്ക് ഈ ഫ്ലൈ ഓവർ നിർമ്മാണം അടക്കുന്ന പ്രധാനപ്പെട്ട റോഡിൽ ഇപ്പോൾ മരം വീണു. ഇന്ന് രാവിലെ 6:15 ഈ കൂറ്റൻ മരം റോഡിന്റെ കുറുകെ ഒടിഞ്ഞു വീണതോടുകൂടി നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട റോഡ് അത് അടച്ചിട്ടുണ്ട്. അതായത് ബൈപ്പാസിൽ നിന്ന് കഴക്കൂട്ടം ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പാറശാല കോവളം ഭാഗത്തു നിന്നൊക്കെ വന്ന് നഗരത്തിലേക്ക് കയറേണ്ട പ്രധാനപ്പെട്ട റോഡ് അത് ഇപ്പോൾ അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അത് നമ്മൾ പൊതുജനങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ റോഡ് തിരഞ്ഞെടുക്കലെന്നുള്ള നിർദ്ദേശം അത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയടക്കം നമ്മളോട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും സമാനമായ രീതിയിൽ ഇങ്ങനെ മരം വീഴുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എത്ര ഭീകരമാണ് ആ കാഴ്ച എന്നുള്ളത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്ന ഈ നഗരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഈ റോഡിലാണ് നിലവിൽ ഇന്ന് രാവിലെ മുതൽ ഈ ഗതാഗത തടസ്സം അതുണ്ടാകുന്നത്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലേക്ക് വന്നാൽ 11 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്കുണ്ട്. അതിതീവ്രമായ മഴ പെയ്യുമ്പോൾ അപകട മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് അത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുമുണ്ട്. ഓക്കെ, ഷെഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത്.